അന്നത്തെ ദിവസം വൈകുന്നേരമായിരുന്നു സുഗുണേട്ടൻ അവനുമായി വീട്ടിലേക്ക് വരുന്നത്. എടി, ഞാൻ 2 ദിവസത്തേക്ക് ഒരിടത്തേക്കൊന്ന് പോകുക, നീ ഇവനെ ഒന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് സുഗുണേട്ടൻ എൻ്റെ അടുത്തുനിന്ന് അവിടേക്ക് പോയി. ആ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഒരു കുരുത്തം കെട്ട ഒരു ചെറുക്കനാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള സ്വഭാവം കാര്യങ്ങളൊക്കെ. ഏകദേശം 10-17-18 വയസ്സെങ്ങാനുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. വികൃതി ചെക്കനാണ്. ഓരോരോ സംസാരവും കാര്യങ്ങളൊക്കെ. അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു ഇങ്ങേര് ചെക്കനെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. എവിടെങ്ങാണ്ട് വീട്ടിലെ ചെക്കനാണ്. ചെക്കന് വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ആ ഒരു ചെക്കൻ്റെ പ്രവൃത്തിയും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ. അങ്ങനെ ഒരു സമയത്തായിരുന്നു കേട്ടോ സുഗുണേട്ടൻ വേറൊരു ജോലിക്കാവശ്യത്തിനായി പോകുന്നത്. അന്നേരം 2 ദിവസത്തേക്ക് വീട്ടില് ഞാനും അവനും മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചെക്കൻ്റെ സ്വഭാവം കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെടില്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ആയ സമയത്താണെന്നുണ്ടെങ്കിൽ ചെക്കൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നില്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഒന്ന് അടങ്ങിയിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ സമയത്ത് തരാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അത് ചെക്കനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അന്നേരം സമയം അവൻ എന്തോ ഒരു സാധനം എടുത്ത് താഴെ ഇട്ടു. എന്നിട്ട് ഒറ്റപ്പോക്ക്. അത് കണ്ട സമയത്ത് എനിക്ക് നല്ല ദേഷ്യം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കൊതി തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല, ചെക്കനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിപ്പിക്കണം. ചുമ്മാതിരുന്നങ്ങ് തിന്നല്ലേ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ കുരുത്തക്കേട് മാത്രമേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പണി അവന് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളും ചെയ്യിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ ആ ചെക്കനെ അടുക്കളയിലേക്ക് വിളിപ്പിച്ചു. എടാ മോനെ, ഒന്ന് ഞാൻ വന്നേ. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്കിത് അറിയാനറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല ആൻറ്റി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നവൻ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ പഠിക്കണം. പെൺപിള്ളേരുടെയൊക്കെ കല്യാണമൊക്കെ കഴിച്ച് ചെല്ലണ്ടേ. ആ സമയത്ത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആളുമാർ നിന്നെയൊക്കെ വില വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വില വെക്കത്ത് പോലുമില്ല. ഇതൊന്ന് കണ്ടിച്ച് എല്ലാം ഒന്ന് ശരിയാക്കി തന്നെ എന്ന് പറഞ്ഞ് ആ ഒരു ക്യാരറ്റും കുക്കുംബറും എല്ലാം എടുത്ത് ഞാൻ അവൻ്റെ കൈ കൊടുത്തു. പെട്ടെന്ന് ആ ചെക്കനാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കുക്കുംബർ എടുത്ത് കടിച്ചു തിന്നിട്ട് അവൻ ഒരിടത്ത് ചോദിച്ചു, ഇങ്ങനെ കടിച്ചരിഞ്ഞാൽ മതിയോ ആൻറ്റി? കുസൃതിയുള്ള ചെറുക്കൻ. ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്യ്, അത് അരിഞ്ഞെനിക്കിപ്പം കിട്ടണം, അത് അടപ്പയിലിടാനുള്ള കാര്യമാണ് എന്ന് പറയുന്ന സമയത്ത് അവൻ ഓരോന്നും എടുത്ത് പതുക്കെ അരിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചു, അവനത് വൃത്തിയായിട്ടൊക്കെ തന്നെയാണ് അരിയുന്നത്. ആ ഒരു കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അറിയുന്ന ഒരു ചെക്കൻ തന്നെയാണ്. ഒന്നും അറിയാത്ത കണക്ക് അഭിനയിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ അവനോട് തന്നെ ചോദിച്ചു, നിനക്ക് അറിയത്തില്ലെന്ന് നേരത്തെ പറഞ്ഞതോ, ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അങ്ങനെ എല്ലാം അറിയത്തില്ലെങ്കിലും. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് തോന്നി നിനക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്ന്, നീ ഇങ്ങനെ അഭിനയിച്ച് നടക്കുകയാണല്ലേ ഒന്നും അറിയാത്ത പോലെ എന്ന് പറയുന്ന സമയത്ത് അവൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അത് ആരും പറഞ്ഞു തന്നൊന്നുമല്ല, ഞാൻ തന്നെ പഠിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ആൻറ്റിക്ക് വൈകാതെ മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്താ അങ്ങനെ പറഞ്ഞേ ആ ഒരു കാര്യങ്ങളൊക്കെ? അല്ല, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ടല്ലോ ആൻറ്റി, അതൊക്കെ നമ്മൾ ഓരോ സമയത്തല്ലേ പഠിച്ചെടുക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് അരിഞ്ഞതാ, അടപ്പയിലിടാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ ഞാൻ എടുത്ത് അരിഞ്ഞു തരാം ആൻറ്റി എന്ന് പറഞ്ഞ് അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുക്കുംബർ എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് ആൻറ്റി, ഇതെല്ലാം കഴിക്കാനാണെങ്കിലും. പച്ചയ്ക്ക് നമ്മളിതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റമിൻസും പിന്നെ മിനറൽസും ഒക്കെ ചെല്ലും എന്ന് പറഞ്ഞു. മിനറൽസ് അല്ലടാ, വൈറ്റമിൻസ് മാത്രം കിട്ടും അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. ആൻറ്റിക്ക് ഇതൊന്നും വേണ്ടേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് അരിഞ്ഞിട്ടെ, ഇവിടെ അടപ്പയിൽ സാധനങ്ങൾ വേവാനുള്ളതാ എന്ന് പറഞ്ഞ് ഞാനൊന്ന് ചെറിയ ദേഷ്യപ്പെട്ടു, ചെറുതായിട്ട്. അപ്പോഴാണെന്നോ കേട്ടോ
ചെക്കനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കടുപ്പിച്ച് പറഞ്ഞത് ഒന്ന് വിഷമമായെന്ന് തോന്നുന്നു. അന്നേരം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ചെയ്തുതരാം ആൻറ്റി, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ കറി വെക്കാം, നീ അതെല്ലാം അരിഞ്ഞു നോക്ക്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ പണിയുണ്ട് കേട്ടോ, കുറച്ച് തുണിയുണ്ട്, അതൊന്ന് അലക്കണം, നിൻ്റെ തുണിയുണ്ട് എൻ്റെതും ഉണ്ട്. അത് ഞാൻ പറയുന്ന സമയത്ത് അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏതായാലും വാഷിംഗ് മെഷീൻ എന്തെങ്കിലും ഇട്ട് അലക്കിയാൽ മതിയോ ആൻറ്റി? അപ്പം ഞാൻ പറഞ്ഞു, വാഷിംഗ് മെഷീനിൽ ഇവിടെ അങ്ങനെ പറ്റത്തില്ല, നേരെ കല്ലിലിട്ട് അങ്ങനെ അലക്കിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവനതെല്ലാം അരിഞ്ഞു തന്ന് എൻ്റെ കയ്യിലോട്ട് പോയി തന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അവിടത്തേക്ക് ഇനി തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നീ ചെയ്യാറ്, അത് നിനക്ക് ചെയ്യാനറിയാമോ കല്ലിലിട്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, അത് ഞാൻ ശ്രമിച്ച് നോക്കാം ആൻറ്റി, അവിടെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എല്ലാം വാഷിംഗ് മെഷീനിലിട്ടാണ് കഴുകുന്നത്. ഞാൻ ഏതായാലും തുണിയെല്ലാം എൻ്റെതും ഉണ്ട്, പിന്നെ ആൻറ്റിയുടെയും അങ്കിളുടെയും എല്ലാവരുടെയും ഞാൻ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് പോയ സമയത്താണ് ഞാൻ ആലോചിച്ചത്, ചേട്ടാ അവനെ കൊണ്ട് അത് എടുപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ നേരെ മുറിയിലേക്ക് ചെന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാ തുണിയും വാരിയെടുക്കുന്നുണ്ടായിരുന്നു. എടാ ഞാൻ തുണി എടുത്തുതരാം, നീ എടുക്കണ്ട എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല ആൻറ്റി, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആ ഒരു പിന്നിലേക്ക് കൈയിട്ടു. അത് ഞാൻ തുണികളെല്ലാം വാരി വെക്കുന്നൊരു പിന്നായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനകത്ത് എൻ്റേതും ചേട്ടൻ്റെതും എല്ലാം അവൻ്റെതും ഉണ്ടായിരുന്നു, എല്ലാം കൂടെ വാരിയെടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള തുണികളെല്ലാം എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു, അതൊന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആൻറ്റി, ഞാനെല്ലാം കഴുകിക്കോളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഇത് മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞ് അവന് സെപ്പറേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തെല്ലാം എടുത്തു കൊടുത്തു. അവൻ അതുമായിട്ട് കല്ലിലേക്ക് പോയി. അപ്പോൾ തന്നെ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണു. ചെക്കനെല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അവനെ കൊണ്ട് ഞാൻ കൂടുതൽ പണിയെടുപ്പിക്കുകയാണ് എന്നൊക്കെ അവൻ വിചാരിക്കില്ലേ, അവൻ ചേട്ടൻ വരുമ്പം പറയില്ലേ, അവൻ ആരടുത്തെങ്കിലും പറയില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതിനുശേഷം അവനത് കല്ലിലിട്ട് ഉരച്ച് കഴുകാൻ തുടങ്ങി. അപ്പം തന്നെ അവിടെ നിന്ന് അവനിങ്ങനെ വിളിച്ചു, ആൻറ്റി ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്നിട്ട് ഞാൻ അവിടേക്ക് ചെന്നു. എന്താടാ നീ കഴുകണോ എന്ന് പറഞ്ഞു. ആൻറ്റി ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കളർ പോകാൻ ചാൻസ് ഉണ്ട്, അത് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അത് നീ അവിടെ മാറ്റിയിട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴുകിട്ടേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൻ ബാക്കിയുള്ള എല്ലാ തുണിയും കഴുകാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്കൊരാശ്വാസമായി, എന്തൊക്കെയാലും ഇപ്പം വന്ന് നിന്നാലും ശരി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, മറ്റുള്ളവരുടെ കണക്കൊന്നുമല്ല, ചെക്കൻ നല്ല പണിയെടുക്കുന്ന കൂട്ടത്തിലാണ് എന്നൊക്കെ ഞാൻ മനസ്സിൽ തന്നെ പറഞ്ഞു. അപ്പം തന്നെ അവൻ വന്ന് ചോദിച്ചു, ആൻറ്റി ഞാനിവിടെ നിൽക്കുന്നതിൽ ആൻറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ല, നീ എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ബുദ്ധിമുട്ട്? നീ എന്തൊക്കെയായാലും ജോലിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ചെയ്തിട്ട് നിനക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വീണു. പാവം ചെക്കനാണെന്ന് എനിക്ക് തോന്നി. ആദ്യം വിചാരിച്ചു കുസൃതിയാണെന്ന്, ഇപ്പോൾ നല്ലൊരു ചെക്കനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെയായാലും എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ, അവനിനി എന്തുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് കൂടി ഞാൻ മനസ്സിലാലോചിച്ചു. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ആൻറ്റി ഞാൻ എല്ലാ ജോലിയും ചെയ്തോളാം കേട്ടോ, ആൻറ്റി വേറെ ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനെന്ത് വേറെ വിചാരിക്കാൻ, നീ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൻ്റെ തോളിലൊന്ന് തട്ടി ശേഷം ഞാൻ അടുക്കളയിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരുപാട് സന്തോഷമായ സമയത്ത് അവനെല്ലാ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവനെ വിളിച്ചു, എടാ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ച് വിളിച്ച സമയത്ത് അവൻ അവിടേക്ക് വന്ന സമയത്ത്, എടാ നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചു. പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി എനിക്ക് കയ്യിൽ മൊത്തം അഴുക്കായിട്ടിരിക്കുക, തുണിയെല്ലാം കഴുകി, എനിക്കൊന്ന് വാരി തരാൻ പറ്റുമോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എടാ ചെക്ക, എന്താ നിൻ്റെ ഉദ്ദേശം? വാരി തരാനോ? നിനക്കെന്താ കയ്യില്ലേ, അതങ്ങോട്ട് കഴുകിയിട്ട് നീ ബാക്കി അങ്ങോട്ട് കഴുകിയേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ചെക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി അത് എനിക്ക് ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാരി തന്നു കഴിഞ്ഞാൽ ഒരു കെയർ, അതൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അയ്യട മോനെ അതൊന്നും വേണ്ട, നീ പോയി ഭക്ഷണം കഴിച്ചേ എന്ന് പറഞ്ഞ് ഞാൻ അവനെ തള്ളി അവിടെ കൊണ്ടുപോയി ഇരുത്തി.
അങ്ങനെ അവൻ ഭക്ഷണം കഴിച്ചു. പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണവും ഉണ്ടാക്കിയത് ഞാൻ കൊടുത്തു. അവൻ എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നു. ആ സമയത്ത് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, ആ പാത്രം ഒന്ന് കഴുകിയൊക്കെ വെച്ച് എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ സമയത്ത് കളിയാക്കലാണെങ്കിലും അവൻ അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടം തോന്നി. അങ്ങനെ ഉച്ചക്കലത്തെ സമയം കഴിഞ്ഞ് അവൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ രാത്രിയോടടുത്ത സമയത്ത് അവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി, ഞാനെന്നെങ്കിൽ കിടക്കാൻ പൊക്കോട്ടെ, വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇന്നത്തേക്ക് ഇത്രയും മതി. നിലവും പിന്നെ അടുക്കളയും പിന്നെ നിലത്തെല്ലാം ഞാനത് വൃത്തിയാക്കിക്കോളാം, ഒന്ന് ക്ലീൻ ചെയ്തോളാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എന്നെങ്കിൽ ഞാൻ കിടന്നോട്ടെ ആൻറ്റി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അവിടെ ഉച്ചയ്ക്കും രാവിലെയും ഒക്കെ ഒരുപാട് ജോലി ചെയ്തതിൻ്റെ ഒരു ക്ഷീണം. നിന്റെ ക്ഷീണം മനസ്സിലായി, നീ പോയി കിടന്ന് ഉറങ്ങിക്കുന്നെങ്കിൽ നിനക്ക് കണ്ണിൽ എന്തോ ഒരു ഇതുപോലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ശേഷം ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് മാറി എല്ലാം ഒന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് വിട്ട് രാത്രി കിടക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കിടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആരോ ഒരാൾ വാതിൽ മുട്ടുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അവനായിരിക്കും എന്നുള്ള കാര്യം. അപ്പം ഞാൻ ചോദിച്ചു, എന്താടാ, എന്തു പറ്റി നിനക്ക്? ആൻറ്റി, എനിക്ക് ഒന്ന് വാഷ്റൂമിൽ പോകാമായിരുന്നു. അകത്തെ ടോയ്ലറ്റ് എനിക്ക് പറ്റില്ല, അതെനിക്ക് ശീലമില്ല. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ, നീ പുറത്ത് പോക്കോ, അതിനെന്താ പ്രശ്നം? അല്ല ആൻറ്റി, എനിക്കങ്ങനെ രാത്രിയിൽ ഇറങ്ങി ഒറ്റയ്ക്ക് പേടിയാണ് പുറത്തോട്ട് പോകാനൊക്കെ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അതായിരുന്നു. എടാ, നീ പുറത്തോട്ട് ഒറ്റയ്ക്ക് പോയാൽ മതി. നീ ഒരു 10-18 വയസ്സുള്ള ചെക്കനല്ലേ, ഒറ്റയ്ക്ക് പോയൊക്കെ ശീലിക്ക്. ഇങ്ങനെ എപ്പോഴും ആരെങ്കിലും വരണമെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേടാ എന്ന് പറയുമ്പം അവൻ പറഞ്ഞു, അറിയാം ആൻറ്റി, എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്ന് അവനായിട്ട് ചോദിച്ചു. ഞാൻ പതുക്കെ അവനുമായിട്ട് എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവനും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിനക്കെന്താ ഇത്ര പേടി? ഞാൻ ആൺകുട്ടിയല്ലേ? ചേച്ചി, ഇങ്ങനെ കഥകളിലൊക്കെ പേടിക്കുന്ന ഒരു ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അന്നോട്ട് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞു. ഓക്കെ, അങ്ങോട്ട് നടക്ക് എന്ന് പറഞ്ഞ് ഞാൻ അതിലേക്കൂടെ പോയി. അപ്പോൾ പുറത്തെ വാഷ്റൂമൊന്നും എല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കച്ചക്ക, നീ എവിടെ പോവാ? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ജസ്റ്റ് ഇന്നപോലെന്ന് വെച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് കഴിയുന്നുണ്ടെങ്കിൽ നീ ആ കാടിൻ്റെ ആ ഒരു സൈഡുണ്ട്, അങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആൻറ്റി ഒന്ന് അടുത്ത് നിൽക്കണേ, അങ്ങോട്ട് വരണേ, ഞാനൊന്ന് പോയിട്ടൊക്കെ വരാം പുറത്തേക്ക് എന്ന് പറഞ്ഞ് അവൻ ആ ഒരു പുല്ലുകളുടെ ഇടയിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് ഞാൻ അവിടെ നിന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.